മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ വിടവാങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ആലുവയിൽ ചികിത്സയിലായിരിക്കെയാണ് അന്ത്യം. ഗ്രൂപ്പ് പോരിൽ പ്രക്ഷുബ്ധമായ കാലയളവിൽ UDF-നെ നയിച്ച നേതാവാണ് തങ്കച്ചൻ. കൃഷിമന്ത്രി, നിയമസഭാ സ്പീക്കർ എന്നീ പദവികളും വഹിച്ചു. സംസ്കാരം മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ആകപ്പറമ്പ് യാക്കോബായ പള്ളിയിൽ നടക്കും. പി തങ്കച്ചന്റെ നിര്യാണത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ അനുശോചിച്ചു. ആദ്യം RD-Extra. അങ്കമാലിയിൽ നിന്ന് അഭിഭാഷകനായി എത്തി പെരുമ്പാവൂരിന്റെ ജനമനസ് കീഴടക്കിയ ചരിത്രമാണ് പി തങ്കച്ചന്റേത്. പെരുമ്പാവൂർ നഗരസഭാ തെരഞ്ഞെടുപ്പായിരുന്നു കന്നി അംഗം. 1968 തങ്കച്ചൻ മുനിസിപ്പൽ ചെയർമാൻ ആകുമ്പോൾ പ്രായം 29. തുടർച്ചയായ 12 വർഷം നഗരസഭയെ UDF കോട്ടയാക്കി. ബ്ലോക്ക് പ്രസിഡന്റ്, DCC പ്രസിഡന്റ്, KPCC താൽക്കാലിക അധ്യക്ഷൻ എന്നിങ്ങനെ പദവികൾ ഓരോന്നായി തങ്കച്ചനെ തേടിയെത്തി. 1982 MLA ആയിട്ടും 7 വർഷം കൂടി DCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാനായത് ആ സംഘാടന മികവിന് അംഗീകാരമായിരുന്നു. K. കരുണാകരന്റെ ഉറ്റ അനുയായിയായിരുന്നുവെങ്കിലും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ അണികളെ ചേർത്ത് നിർത്തുന്ന പ്രകൃതം. UDF കൺവീനറായി തിളങ്ങാനും മുന്നണിയെ കെട്ടുറപ്പോടെ നയിക്കാനും തങ്കച്ചനായി. ഐസ്ക്രീം പാർലർ കേസ്, കേരള കോൺഗ്രസുകളുടെ പിളർപ്പും ലയനവും, PJ ജോസഫിന്റെ UDF-ലേക്കുള്ള മടക്കം, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായ സോളാർ കേസ്, KM മാണിക്കും K. ബാബുവിനുമെതിരായ ബാർക്കോഴ കേസ് തുടങ്ങി അസഖ്യം വെല്ലുവിളികൾ ഉണ്ടായിരുന്ന കാലത്താണ് പി തങ്കച്ചൻ UDF-നെ നയിച്ചത്. ഏതു നേതാവിനോട് മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള വൈഭവമാണ് ദീർഘകാലം തങ്കച്ചനെ UDF കൺവീനറായി നിലനിർത്തിയത്. RD-Extra ന്യൂസ് മലയാളം. നിയമസഭാ സ്പീക്കർ, കൃഷിമന്ത്രി എന്നീ ചുമതലകൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. പെരുമ്പാവൂരിൽ 1982, 87, 91, 96 വർഷങ്ങളിലായി 4 വട്ടം നിയമസഭയിലെത്തി. 2004 KPCC-യുടെ താൽക്കാലിക പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2004 മുതൽ 2018 വരെ UDF-ന്റെ കൺവീനറായിരുന്നു. ഘടകകക്ഷികളെ ഏകോപിപ്പിച്ച നേതൃത്വമാണ്. മധ്യകേരളത്തിലെ കരുത്തനായിരുന്നു. കോൺഗ്രസിലെ കാലങ്ങളോളം മധ്യകേരളത്തിലെ കോൺഗ്രസ് നേതാവായി അദ്ദേഹം കോൺഗ്രസിനെ നയിച്ചു. 1977 മുതൽ 89 വരെ എറണാകുളം DCC പ്രസിഡന്റായിരുന്നു. ആ നിലയ്ക്ക് എറണാകുളം ജില്ലയിൽ കോൺഗ്രസിനെ ഒരു കരുത്തുറ്റ സംഘടനയാക്കി മാറ്റുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചയാളാണ്. K. കരുണാകരന്റെ അതിവിശ്വസ്തനായ നേതാവായിരുന്നു പി തങ്കച്ചൻ. AI ഗ്രൂപ്പ് പോരാട്ടം ശക്തമായ ഘട്ടത്തിൽ I ഗ്രൂപ്പിന്റെ നാവായിരുന്നു പി തങ്കച്ചൻ. മധ്യകേരളത്തിലെ I ഗ്രൂപ്പിന് മികച്ച അടിത്തറയുണ്ടാക്കാൻ യത്നിച്ചു. ഗ്രൂപ്പിന്റെ മുൻനിരക്കാരനായി നിന്നപ്പോഴും മിതവാദം കാത്തുസൂക്ഷിച്ചു. കോൺഗ്രസിൽ AI വിഭാഗങ്ങൾക്ക് ഒരുപോലെ സ്വീകാര്യനായ നേതാവാണ്. 2005 കരുണാകരൻ DIC രൂപീകരിച്ചപ്പോഴും തങ്കച്ചൻ കോൺഗ്രസിൽ തുടർന്നു എന്നതുകൂടിയാണ് പ്രത്യേകത. സനീഷ്, ഇതിപ്പോൾ പി തങ്കച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉറച്ച് അദ്ദേഹം ഇങ്ങനെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൊക്കെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും കോൺഗ്രസ് വിട്ടുപോകാൻ അദ്ദേഹം ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഗ്രൂപ്പ് പോരിൽ തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോഴും അദ്ദേഹം എല്ലായ്പ്പോഴും ഒരു തർക്കമുണ്ടായി അതിൻ്റെ അന്ത്യഘട്ടത്തിലെത്തുമ്പോൾ അതിൽ മധ്യസ്ഥൻ്റെ റോളിലേക്ക് അദ്ദേഹം ഉയരുമായിരുന്നു എന്നുള്ളതാണ് പി തങ്കച്ചൻ. അങ്ങനെ ആ നിലയ്ക്ക് എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു. എല്ലാ ഗ്രൂപ്പിന് അതീതമായി സ്വീകാര്യത ആ നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയാണ് ഗ്രൂപ്പ് സമവാക്യങ്ങളും ഒരു ഭാഗമാണ് എങ്കിലും അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം ദീർഘകാലം UDF-ന്റെ കൺവീനറായി തുടർന്നത്. അങ്ങനെ ഈ UDF കൺവീനർ, എനിക്കൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എവിടെയെങ്കിലും ഇപ്പോഴും പറഞ്ഞാൽ ഇപ്പോൾ അടൂർ പ്രകാശിലേക്ക് എത്തണമെങ്കിൽ 2 തവണ ആലോചിക്കണം. കാരണം UDF കൺവീനർ പി തങ്കച്ചൻ ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ തൊഴിലെടുക്കുന്ന ഒരു കാലത്താണ് അദ്ദേഹം ഏറ്റവും ദീർഘകാലം അങ്ങനെ UDF-ന്റെ കൺവീനറായിരുന്നത്. അതുകൊണ്ട് തങ്കച്ചൻ എന്നുള്ളത് കൺവീനർ എന്നുള്ള നിലയ്ക്കാണ് നമ്മളുടെ തലയിൽ അങ്ങനെ സേവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വളരെ മിതമായ പെരുമാറ്റ രീതിയൊക്കെ അദ്ദേഹം വളരെ മൃദുഭാഷിയായിരുന്നു. പക്ഷേ അദ്ദേഹം കരുത്തനായ സംഘാടകനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ എറണാകുളം ജില്ലയിൽ കോൺഗ്രസിനെ കരുത്തുറ്റ ഒരു സംഘടനയാക്കി വളർത്തുന്നതിൽ ചെറുതല്ലാത്ത പങ്കും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതെ. അത് ഇപ്പോൾ ഹർഷൻ നേരത്തെ പറഞ്ഞ ആ കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത് 2004 തൊട്ട് UDF കൺവീനറായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പണിയെല്ലാം തുടങ്ങി ആ ഒരു കാലം തൊട്ട് ഇങ്ങോട്ട് ദീർഘകാലം. ഇപ്പോൾ LDF കൺവീനർമാർ മാറി മാറി വന്നു. പക്ഷേ UDF കൺവീനർമാർ കൺവീനർ പി തങ്കച്ചൻ എന്നത് കുറേ കാലത്തേക്ക് നിന്നു. ഇതിപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ എപ്പോഴും പല പാർട്ടികളിലായിട്ട് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചുള്ളൊരു കാര്യം, ചില നേതാക്കന്മാരുണ്ടാവും, അവർ ഏറ്റവും വലിയ നേതാവായിരിക്കില്ല. ഏറ്റവും വലിയ അതാത് കാലത്തെ നേതാക്കന്മാർ വേറെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും വലിയ നേതാക്കന്മാരോട് നേർക്കുനേർ നിന്ന് സംസാരിക്കുന്ന ചില നേതാക്കളുണ്ടാവും. എല്ലായിടത്തും അവരുണ്ടാവും. അവരോട് അതാത് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1, നമ്പർ 2 നേതാക്കൾ കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റും ചെയ്യുന്നത് ഈ നേതാവിനോടായിരിക്കും. അപ്പോൾ കരുണാകരൻ്റെ കാലത്തോട്ടാണെങ്കിലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, ആ കാലമൊക്കെ എത്തുമ്പോഴേക്ക് പി തങ്കച്ചൻ, പി കെ കുഞ്ഞാലിക്കുട്ടി ഇവരെല്ലാം കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പി തങ്കച്ചൻ എപ്പോഴും ഉണ്ടാവും. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളെല്ലാ വാർത്താ സമ്മേളനത്തിലും
ഒന്ന് വലിയ സംഘർഷാത്മകമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണ് പി തങ്കച്ചൻ കൺവീനർ സ്ഥാനത്തിരുന്നത്. വാർത്താസമ്മേളനത്തിൽ വന്നിരിക്കുമ്പോൾ ഒരു ഡ്രാമ ഉണ്ടാവില്ലല്ലോ, അതില്ല, ഒരു ഡ്രാമയുമില്ല. വലിയ സംഘർഷങ്ങൾ, വലിയ പ്രശ്നങ്ങളൊക്കെ വൻ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്നിരുന്നിട്ട് ലൈറ്റായിട്ടാണ് സംസാരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാന്ന് വെച്ചാൽ പോലും അതൊന്നും നടക്കില്ല, മൂപ്പർ പറയേണ്ട വന്നിട്ട് അങ്ങ് പോകും. അപ്പോൾ അങ്ങനെയായിരുന്നു. അതെനിക്ക് തോന്നുന്നു 29ാമത്തെ വയസ്സിൽ മുനിസിപ്പൽ ചെയർമാൻ ആയതാണ്. 29ാമത്തെ വയസ്സിൽ മുനിസിപ്പൽ ചെയർമാനായിട്ട് പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിനൊപ്പം നിന്നു. പിന്നെ ഈ പറയുന്ന പോലെ എക്കാലത്തും അടിയുറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു. കരുണാകരൻ്റെ കൂടെയാണെങ്കിൽ കരുണാകരൻ്റെ കൂടെയാണ് അവസാനം വരെ എന്നൊക്കെയുള്ള മട്ടിൽ അതിശക്തമായിട്ട് നിന്നതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു സൗമ്യനായിട്ടുള്ള എന്നാൽ എല്ലായ്പ്പോഴും ഒരു ആദരവ് തോന്നിക്കുന്ന, അതിപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും ഇപ്പോൾ പറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. ആ നിലയ്ക്ക് നമുക്ക് തോന്നിക്കുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം എന്ന് തന്നെ വേണം കാണാൻ, അല്ലേ? തീർച്ചയായും ഒരു മന്ത്രി എന്നുള്ള നിലയിലും ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എല്ലാ അർത്ഥത്തിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. കൃഷിമന്ത്രിയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അത് മാത്രമല്ല, സ്പീക്കർ എന്നുള്ള നിലയിൽ, ഈ കൺവീനർ എന്നുള്ള നിലയിൽ നമ്മൾ പറഞ്ഞ് ശീലിച്ചതുപോലെ തന്നെ സ്പീക്കർ പി തങ്കച്ചൻ എന്ന മട്ടിലും നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. അത് അദ്ദേഹം ആ നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ കർത്തവ്യം ഗംഭീരമായി നിർവഹിച്ചു. കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണിത്, തീർച്ചയായും അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം പി തങ്കച്ചൻ ഉണ്ട് നമുക്കൊപ്പം എന്നത് തന്നെ വലിയ കരുത്തായി വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർക്ക്, പരമ്പരാഗത കോൺഗ്രസ്സുകാർക്ക് അതൊരു വലിയ കരുത്തായിരുന്നു. ആ കരുത്ത് ചോർന്നിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ സംഭവിക്കുന്നത്. പക്ഷേ കരുത്ത് ചോരാത്ത ഒരു സംഘടന അദ്ദേഹം എറണാകുളം ജില്ലയിൽ കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. സൗമ്യത കരുത്താക്കിയ നേതാവായിരുന്നു പി തങ്കച്ചൻ. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോലും മുന്നണിയിലെ പ്രശ്നങ്ങളുമായി രാഷ്ട്രീയ കോളിളക്കമുണ്ടായ സന്ദർഭങ്ങളിൽ കോൺഗ്രസ് ഒരുപക്ഷെ എന്നത്തേക്കാളും ഗ്രൂപ്പ് രാഷ്ട്രീയം കൊണ്ട് വലഞ്ഞ കഷ്ടകാലത്തെ കപ്പിത്താനായിരുന്നു തങ്കച്ചൻ. MLA-മാർക്ക് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ നിയമിക്കാനുള്ള അനുവാദം നൽകിയത് തങ്കച്ചൻ സ്പീക്കറായ കാലത്താണ്. കൃഷിക്ക് സൗജന്യ വൈദ്യുതി നൽകാനുള്ള സുപ്രധാന തീരുമാനമെടുത്തതും പി തങ്കച്ചനാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒത്തിണക്കി കൊണ്ടുപോകുന്ന നേതൃപാടവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം നല്ല പോർപൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പി തങ്കച്ചന് RDX-ന്റെ അന്ത്യപ്രണാമം. ഇന്നത്തെ RDX ഇവിടെ പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.